അപ്പൊ നമ്മൾ ഇവിടെ ഒരു 10 ലക്ഷം രൂപയോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം ഇവരുടെ അപ്പൊ ആ വർക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീടൊക്കെ ഉണ്ടാക്കി വേറെ താമസം തുടങ്ങി. നമ്മുടെ സർപ്രൈസുകൾ ഇവിടെ തീരുന്നില്ല കേട്ടോ. ഒരു നാട്ടുകാരെ കണ്ടെന്ന് പറഞ്ഞാൽ ഓടുവാണ്. അവിടെ നിൽക്ക് പയ്യെ കയറിയാ മതി, താഴെ വീഴും. പയ്യെ കയറി വാ എന്റെ പൊന്നോ മതി. അപ്പോൾ ഈ നമ്മുടെ അടുത്ത ഒരു ക്യാമ്പിംഗ് ഏരിയ ആയിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അമ്മയും ഡാഡി ഉദ്ഘാടനം ചെയ്തേ. ഇവിടെ ഇരുന്ന് കാഴ്ച കണ്ടിരിക്കാൻ നല്ല. നമ്മുടെ ചെറിയൊരു ട്രീ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതെ അങ്ങോട്ട് നമ്മുടെ വനത്തിലോട്ട് നോക്കി. അയ്യോ എന്തോരം റംബുട്ടാൻ നിൽക്കണം നോക്കിയാൽ നല്ല പഴുത്ത്. ആഹാ ഇവിടുത്തെ ഇപ്പം എങ്ങനെയുണ്ട്? നല്ല പുതിയ ക്യാമ്പിംഗ് ലൊക്കേഷൻ വീടിന് മുകളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മമ്മി നമ്മുടെ ട്രീ ഹൗസ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതെനിക്ക് ഇഷ്ടമായി. ചുമ്മാ കയറി ഇരിക്കാനൊക്കെ നല്ലതല്ലേ. ആഹാ അപ്പോൾ വൈകിട്ട് ഒരു ചായ കുടിച്ചാൽ അടിപൊളി സ്ഥലമല്ലേ. പോസ്റ്റിന് വേണ്ട ചെടി കയറി നിങ്ങളാരും കണ്ടില്ല വെച്ചേ. പോസ്റ്റിന് വേണ്ട ചെടി കയറിയല്ലേ? പോസ്റ്റ് നമ്മുടെ എല്ലാത്തോണ്ട് KCB അല്ലേ? പോസ്റ്റിനുള്ള കറണ്ട് അടിക്കും. ഞാനത് എന്നും വെട്ടിപ്പറിച്ച് കളയണ പോസ്റ്റിലേക്ക്. അയ്യടാ നിങ്ങൾ ഭയങ്കര മമ്മിയുടെ എന്നെ കണ്ണാ. മമ്മി എന്തിനും കണ്ണാടി വെച്ചേക്കണേ. ഞങ്ങൾ ഇത്ര ദിവസമായിട്ട് ഇവിടെ കണ്ടില്ലല്ലോ. ഇവിടെ കയറി നോക്കിയത് അതല്ലേ? നിങ്ങൾ ആരും കണ്ടില്ല പോസ്റ്റ്. കണ്ടില്ല മമ്മി. ചെടി വളർത്താൻ കണ്ട സ്ഥലം. എന്നാ ബാബാ അടുത്ത സർപ്രൈസ്. നമുക്ക് അടുത്ത സർപ്രൈസ്. നമ്മുടെ സർപ്രൈസുകൾ തുടങ്ങിയതേ ഉള്ളൂ. ഇനി അടുത്ത സർപ്രൈസിലേക്ക് നമുക്ക് പോകാം. ബയോ അമ്മേ. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ഫുള്ള് ഗ്രില്ലിട്ടു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി വളർന്നിട്ട് വേണം ഫുള്ള് ഗ്രില്ലൊക്കെ കയറി ഫുള്ള് പച്ചപ്പാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫുൾ ഒരു കാട് പോലെ, വനാന്തരീക്ഷം പോലെ. അതിൽ പാമ്പും പഴുതാരൊക്കെ കയറി എന്നുള്ള നമ്മുടെ പേടിയുണ്ടല്ലോ, അതൊക്കെ നമുക്കങ്ങ് മാറ്റിയെടുക്കാം. ഇനി നമ്മുടെ സർപ്രൈസ് ഏറ്റവും വലിയ സർപ്രൈസ് കൊടുക്കാൻ റെഡിയാണോ? ഓക്കെ, അപ്പോൾ എന്നാൽ കഥ തുറന്നോളൂ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സർപ്രൈസ്. നമ്മുടെ TV റൂമാണിത്. നമ്മൾ ഫുൾ താമസം കൊണ്ട് മാറ്റി. ഡാഡി എങ്ങനെയുണ്ട് നമ്മുടെ TV റൂം? എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലോ. അപ്പൊ നമുക്ക് പുതിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന ഇവിടുന്ന് കാണാം. ഇവിടെ മറ്റേ സോഫയൊക്കെ മേടിച്ചിരുന്ന സോഫ മമ്മി സ്പോൺസർ ചെയ്യുന്നുണ്ടോ? അതെ, അടിയിൽ സാധനമൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ 65 ഇഞ്ച് ഒരു സ്മാർട്ട് TV വെച്ചിട്ടുണ്ട്. ഗൂഗിൾ TV ആണ്. പിന്നെ അത് TV വെക്കാനുള്ള സ്റ്റാൻഡ് കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട TV ഇഷ്ടമാണ്. TV താഴെ ഇരുന്നെടുത്ത് വെച്ചല്ലേ. അപ്പൊ നമ്മളിവിടെ ചെയ്ത വർക്കുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് ഡാഡി മമ്മി ഇത്രയും ദൂരേന്ന് വന്നല്ലേ. ഡാഡി ഇങ്ങോട്ട് വാ. ഡാഡി ഇങ്ങോട്ട് വാ. ഡാഡി ഇടയ്ക്ക് ഒളിച്ചു പോവല്ലേ. അമ്മ അവിടെ വെയിറ്റ് ചെയ്യേ. ഇവിടെ അലമാരി വെച്ചോ ദിവ്യ? അലമാരി. നിന്റെ റൂം നീ അല്ലേ കാണിച്ചു കൊടുക്കണേ? എനിക്കും വേണം എന്തുകൊണ്ട് അലമാരിയൊക്കെ. നിനക്ക് മമ്മി അവിടെ കിടക്ക്. ഞാൻ ആദ്യം കയറാം. നോക്കട്ടെ. മമ്മി അലമാരിയുടെ പുറകെ പോയിട്ടുണ്ട് വീണ്ടും. എനിക്കും വേണം ഇതുകൊണ്ട് അലമാരി. അത് ഇൻവേർട്ടർ ഒക്കെയാണ്. ഇൻവേർട്ടറിന് ഇത്രയും വലിയ അലമാരിയൊക്കെ വേണോ? അത് ഇച്ചിരി പവർ കൂടിയ ഇൻവേർട്ടർ. നല്ല സൂപ്പറാണല്ലോ. ഡാഡി കം ഓൺ. അപ്പൊ നമ്മുടെ മോളോട്ടൊക്കെ നോക്കി. സ്റ്റുഡിയോ ദിവ്യ പ്രിന്റോ ലുക്സ് അങ്ങനെ ഒഫീഷ്യലായിട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ഇതന്നെ ഇവിടെ ചെടി വെച്ചേക്കുന്നതാണോ? താഴെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അപ്പൊ നമ്മളിവിടെ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഡാഡി മമ്മി ഇത്രയും ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നതാണ്. അപ്പൊ അവർക്കൊന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കണം. അങ്ങനെയാണോ പേര്? യെസ്, ദിവ്യ പ്രിന്റോ ലുക്സ് അല്ലേ? ദിവ്യ പ്രിന്റോ ലുക്സ്. ഞാൻ അടുത്ത റൂമിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ സർപ്രൈസുകൾ ഇവിടെ തീരുന്നില്ല. എല്ലാ അലമാരികളാണ്. മമ്മിക്ക് അലമാരിയിൽ എന്നാ പാത്ര അലമാരിയിലാണ് മമ്മിയുടെ മൊത്തം ഇതിരിക്കണേ. എനിക്കിഷ്ടമാണ് അലമാരികൾ. അതെ അല്ലേ? എന്നാ കമോൺ അടുത്ത റൂമിലേക്ക് പോവാം. കമോൺ. അപ്പൊ നമ്മുടെ സർപ്രൈസുകൾ ഇവിടെ തീരുന്നില്ല. ഇനി നിങ്ങളെ താഴേക്ക് കിട്ടില്ല. താഴേക്ക് കിട്ടില്ല. അവിടെ വേറൊരു ചെറിയ സർപ്രൈസും കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് സർപ്രൈസ്? മമ്മി എങ്ങനെയുണ്ട്? അടിപൊളിയായോ? റൂഫൊന്നും കണ്ടില്ലല്ലോ. റൂഫെല്ലാം നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു. ഇതൊന്നും അല്ലായിരുന്നു നമ്മുടെ സീലിംഗ്. ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തതാണ്. അപ്പൊ ആ വർക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീടൊക്കെ ഉണ്ടാക്കി വേറെ താമസം തുടങ്ങി. നല്ല കാര്യം. ദിവ്യ റെഡിയാണോ? അപ്പൊ ഇനി ഞാനും ഡാഡി മാത്രമേ ഉള്ളൂ താഴെ. അപ്പൊ ദിവ്യയുടെ റൂം നിങ്ങൾ കണ്ടു. എന്റെ റൂം നിങ്ങൾക്ക് കാണണ്ടേ? എന്റെ റൂം കാണിക്കാൻ റെഡിയാണോ? അമ്മേ കമോൺ. അപ്പൊ ഇതാണ് എന്റെ റൂം.
എനിക്കും വേണം ഇതുപോലെ ഇതുപോലത്തെ സെറ്റപ്പ് ഒക്കെ. അപ്പോൾ ദേ നമ്മുടെ ലോഗോ അയാം പ്രിന്റ് എന്നുള്ള ലോഗോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ നമ്മുടെ ഓഫീസ് ഇതാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ചാർജിങ് സ്റ്റേഷൻസ് ഫുള്ള് ഇവിടെയാണ്. നമ്മുടെ ഡ്രോണ്, ക്യാമറ, ബാറ്ററി എല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ വാക്കി ടോക്കി ക്യാമ്പിംഗ് സാധനങ്ങളെല്ലാം ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ടോയ് കാറുകളും കാര്യങ്ങളെല്ലാം ദേ ഇവിടെ അടുക്കി വെച്ചേക്കുന്നു. മമ്മി വേറെ സർപ്രൈസ് ഉണ്ട്. ഇത് തുറക്കത്തില്ല അതൊക്കെ തുറക്കാം. അത് താഴോട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ അമ്മ എന്തെങ്കിലും തുറന്നല്ലേ ഒന്ന് കാണിച്ച് തുറന്നേ. അപ്പൊ ഇത്രയും നമ്മുടെ ക്യാമ്പിംഗ് കേസ് സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അമ്മേ പെട്ടിയൊക്കെ നമുക്ക് പിന്നെ തുറക്കാം. അങ്ങോട്ട് വന്നേ. അപ്പൊ ലോക്ക് ചെയ്തായിരിക്കും. ഇല്ലില്ല ദിവ്യ, ഇനി അടുത്ത സർപ്രൈസിലേക്ക് പോവാം. വാ, ഈ കട്ടൻ ആദ്യം. അപ്പൊ നമ്മുടെ കട്ടൻ എന്താ അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ടേക്കണം. അമ്മ എന്താന്ന് വലിയ കട്ടൻ അങ്ങ് വലിച്ചു താഴേക്ക്. ചുക്രിയോ? അത് പുറത്താണ്, വീടിന് പുറത്താണ്. എങ്ങനെയാ വലിക്കണേ? അപ്പുറത്തെ വള്ളിയെ പിടിച്ച് താഴോട്ട് വലിക്കേ. ഒരു വള്ളിയെ പിടിച്ച് പയ്യെ 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 പയ്യെ. അപ്പൊ അതേ ഡാഡിയും മമ്മിയും ചേട്ടനും ചേച്ചിയും ജോയിക്കൂട്ടനും ദിവ്യയും ഞാനിവിടെ പോയ ഓൾ ഇന്ത്യ ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള അടിപൊളി ഫോട്ടോയാണ് നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ലഡാക്കിലാണ്, സാൻസ്കർ വാലിയിലാണിത്. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ, ഈ ഫോട്ടോ എവിടെ നിന്ന് ഓർക്കുന്നുണ്ടോ മമ്മി? മമ്മിയൊക്കെ അന്ന് പിന്നെ മമ്മിക്ക് ഓർമ്മയുണ്ടോ? മമ്മി അന്ന് നല്ല വയ്യാണ്ട് ക്ഷീണമായിട്ട് കിടക്കുമല്ലായിരുന്നോ? എന്നാലും എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട് ഇത് കണ്ടപ്പോ. അപ്പൊ നമ്മുടെ സാൻസ്കർ വാലിയാണിത്, ലഡാക്കാണിത്. നീ അടുത്തൊരു ഇതും കണ്ടേ ഡാഡി ഒന്ന് ഉദ്ഘാടനം ചെയ്തേ ആ കട്ട. പോട്ടെ മമ്മി. അപ്പൊ ഇനി താഴെ ഇഷ്ടം പോലെ പയ്യെ വലിക്കണം. പയ്യെ അയ്യോ. ആ ഇപ്പുറത്തെ വലിച്ചേരി. ആ പോരട്ടെ. ജീവിച്ചു പോകണ്ടേ മമ്മി? ആക്ച്വലി ഞാനിവിടെ ഇതിലും വണ്ടി അതിലും വണ്ടിയായിരുന്നു ഉദ്ദേശിച്ചത്. അന്നേരം ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ വണ്ടിയല്ലേ, ശരിയാക്കി തരാം. അപ്പൊ അതിൻ്റെ അകത്ത് വണ്ടിയുണ്ട്, വഴക്കുമില്ല. രണ്ടും ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഏത് റൂം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെ? റൂമോ? എനിക്ക് എല്ലാം ഇഷ്ടമാണോ? എല്ലാം ഇഷ്ടമായോ? എനിക്കും വേണം ഇങ്ങനെയൊക്കെ. അമ്മയ്ക്കും വേണം. അപ്പോൾ ഉണ്ടല്ലോ ഇങ്ങോട്ട് വെക്കി എല്ലാവരും ഇങ്ങോട്ട് വെക്കി. അപ്പോൾ ഉണ്ടല്ലോ മമ്മീൻ്റെ ഡാഡി ഇത്രയും ദൂരെ നിന്ന് വന്നതാണ്. അപ്പോൾ ഇത്രയും സർപ്രൈസുകൾ മമ്മീൻ്റെ ഡാഡിനെ പൊട്ടിക്കാണ്ട് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇത് കാണിച്ചു കൊടുക്കണമെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഈ നമ്മളിവിടെ എന്തൊക്കെ അത് ശരിയാട്ടോ. 6 മാസമായിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ പോലും ഇവർക്ക് അയച്ചു കൊടുത്തില്ല. ഇവിടെ എന്തൊക്കെയോ പണി നടക്കണ്ടെന്നുള്ള അയൽക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണെന്നുള്ളത്, എന്തൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു 10 ലക്ഷം രൂപയോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം ദിവ്യയുടെ റൂമിൽ ഒത്തിരി കാണിക്കാണ്ട്, എൻ്റെ റൂമിൽ ഒത്തിരി കാണിക്കാണ്ട്, അങ്ങനെ ഈ വീട് ഫുള്ളായിട്ട് ഒത്തിരി കാണിച്ചു തരാണ്ട്. അപ്പോൾ ഇവർ ഇത്രയും ടയർഡായിട്ട് വന്നല്ലോ. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.